ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിമിറ്റ് ഇൻഫിനിറ്റി. ഇന്ന് നമ്മൾ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ അവയുടെ വാല്യൂസ് നമ്മുടെ കൈവിരലുകൾ ഉപയോഗിച്ച് എങ്ങനെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മളെ കൈയെടുത്ത് മുന്നിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ചെറുവിരലിന് 0 ഡിഗ്രി എന്നും മോതിരവിരലിനെ 30 ഡിഗ്രി എന്നും നടുവിരലിനെ 45 ഡിഗ്രി എന്നും ചൂണ്ടുവിരലിനെ 60 ഡിഗ്രി എന്നും തള്ളവിരലിനെ 90 ഡിഗ്രി എന്നും നമ്മൾ ഓർത്തു വെക്കുക. 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി അങ്ങനെ നമ്മൾ ഓർത്തു വെച്ചാൽ മതി. ഇനി നമുക്ക് വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് സൈൻ തീറ്റ അല്ലെങ്കിൽ സൈൻ എക്സ്, അപ്പോൾ റൂട്ട് ഓഫ് ഫിംഗർ ബിലോ ഡിവൈഡഡ് ബൈ 2. ഇതിന് നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് സൈൻ 0 ഡിഗ്രിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സൈൻ 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുവിരൽ മടക്കുക. എന്നിട്ട് നമ്മൾ ഏത് വിരലാണോ മടക്കിയത് ആ വിരലിന് താഴെ എത്ര വിരലുകളുണ്ടെന്ന് നോക്കുക. അപ്പോൾ നമ്മളിവിടെ സൈൻ 0, അപ്പോൾ 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ ചെറുവിരൽ, അപ്പോൾ നമ്മുടെ ചെറുവിരൽ മടക്കിയാൽ അതിന് താഴെ വേറെ വിരലുകളൊന്നുമില്ല. അപ്പോൾ സൈൻ 0 ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ റൂട്ട് 0 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 0/2 ഈസ് ഈക്വൽ ടു 0 തന്നെ. ഇനി നമുക്ക് സൈൻ 30 നോക്കാം. അപ്പോൾ സൈൻ 30 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് ഫിംഗർ ബിലോ ഡിവൈഡഡ് ബൈ 2. മോതിരവിരലിന് താഴെ ആ മടക്കി വിരലിന് താഴെ ഒരു വിരലുണ്ട്. അപ്പോൾ റൂട്ട് ഓഫ് 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ റൂട്ട് 1 എന്ന് പറയുമ്പോൾ 1 തന്നെ വരും. അപ്പോൾ 1/2. ഇനി സൈൻ 45. സൈൻ 45 എന്ന് പറയുമ്പോൾ നമ്മുടെ നടുവിരൽ മടക്കുക. നമ്മൾ 45 നേരത്തെ മാർക്ക് ചെയ്തതാണ് നടുവിരൽ മടക്കുക. അപ്പോൾ 45 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് ഫിംഗർ ബിലോ, അപ്പോൾ നടുവിരലിന് താഴെ 2 വിരലുണ്ട്, മോതിരവിരലും ചെറുവിരലും. അപ്പോൾ റൂട്ട് 2 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ സൈൻ 45 ഈക്വൽ ടു റൂട്ട് 2 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു റൂട്ട് 2 ഡിവൈഡഡ് ബൈ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2. അപ്പോൾ രണ്ടിനെ നമുക്ക് മാറ്റി എഴുതുമ്പോൾ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് മാറ്റി എഴുതാം. ഈക്വൽ ടു 1/√2. ഒരു റൂട്ട് 2 ക്യാൻസൽ ആകുമ്പോൾ 1 വരും മുകളിൽ. അപ്പോൾ 1/√2 വരും. ഇനി സൈൻ 60 നോക്കാം. സൈൻ 60 എന്ന് പറയുമ്പോൾ ഫിംഗർ ബിലോ, റൂട്ട് ഓഫ് ഫിംഗർ ബിലോ ഡിവൈഡഡ് ബൈ 2. ചൂണ്ടുവിരലിന് താഴെ 3 വിരലുകളുണ്ട്. റൂട്ട് ഓഫ് 3 ഡിവൈഡഡ് ബൈ 2. സൈൻ 60 ഈസ് ഈക്വൽ ടു റൂട്ട് 3 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു റൂട്ട് 3/2 തന്നെ. ഇനി സൈൻ 90 നോക്കാം. അപ്പോൾ സൈൻ 90 എന്ന് പറയുമ്പോൾ നമ്മൾ തള്ളവിരൽ മടക്കുക. അപ്പോൾ ആ വിരലിന് താഴെയായിട്ട് എത്ര വിരലുണ്ട്? 4 എണ്ണം ഉണ്ട്. 1, 2, 3, 4. അപ്പോൾ റൂട്ട് 4 ഡിവൈഡഡ് ബൈ 2. സൈൻ 90 ഈസ് ഈക്വൽ ടു റൂട്ട് 4/2 ഈക്വൽ ടു റൂട്ട് 4 എന്ന് പറയുമ്പോൾ 2 വരും. അപ്പോൾ 2/2 ഈക്വൽ ടു 1 വരും. ഇനി നമുക്ക് കോസ് എക്സിൻ്റെ വാല്യൂ നോക്കാം. ഫിംഗർ എബവ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഏത് വിരലാണോ, ഏത് ഡിഗ്രിയാണോ വേണ്ടത് അവിടെ നമ്മൾ ആ വിരൽ മടക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ബിലോ ആണെങ്കിൽ നമ്മളിവിടെ എബവ് ആണ് ചെയ്യുന്നത്. അത് നേരത്തെ താഴെയാണെങ്കിൽ ഇവിടെ മുകളിൽ റൂട്ട് ഓഫ് മുകളിലത്തെ വിരൽ ഡിവൈഡഡ് ബൈ 2. കോസ് 0 എന്ന് പറയുമ്പോൾ മുകളിൽ 4 വിരലുകളുണ്ട്. അപ്പോൾ റൂട്ട് 4 ഡിവൈഡഡ് ബൈ 2 വരും. ചെറുവിരൽ മടക്കിയാൽ മുകളിൽ 4 വിരലുകളുണ്ട്. അപ്പോൾ റൂട്ട് 4 ഡിവൈഡഡ് ബൈ 2. റൂട്ട് 4 എന്ന് പറയുമ്പോൾ 2 വരും. അപ്പോൾ 2/2 ഈക്വൽ ടു 1 വരും. കോസ് 30 നോക്കാം. അപ്പോൾ മുകളിൽ 3 വിരലുകളുണ്ട്. അപ്പോൾ 3 വിരലുകൾ എന്ന് പറയുമ്പോൾ റൂട്ട് 3 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു റൂട്ട് 3/2. ഇനി കോസ് 45 മുകളിൽ 2 വിരലുകളുണ്ട്. അപ്പോൾ റൂട്ട് 2 കോസ് 45 ഈക്വൽ ടു റൂട്ട് 2/2 ഈക്വൽ ടു റൂട്ട് 2/√2 ഇൻറ്റു റൂട്ട് 2. രണ്ടിനെ മാറ്റി എഴുതുമ്പോൾ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2. അപ്പോൾ 1/√2. ഇനി നമ്മൾ കോസ് 60 നോക്കണം. കോസ് 60 എന്ന് പറയുമ്പോൾ ചൂണ്ടുവിരൽ മടക്കുക. ഇപ്പോൾ ചൂണ്ടുവിരലിന് മുകളിലായിട്ട് ഇനി തള്ളവിരൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു വിരൽ. അപ്പോൾ റൂട്ട് 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 1/2. ഇനി കോസ് 90. കോസ് 90 എന്ന് പറയുമ്പോൾ നമ്മുടെ തള്ളവിരലിന് മുകളിൽ ഇനി വേറെ വിരലുകളൊന്നുമില്ലല്ലോ. അപ്പോൾ 0 വിരൽ. കോസ് 90 ഈക്വൽ ടു റൂട്ട് 0 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 0/2 എന്ന് പറയുമ്പോൾ 0 തന്നെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ കോസിൻ്റെയും സൈൻ്റെയും വാല്യൂസ് ജസ്റ്റ് ഒന്ന് എഴുതിയതാണ്. കോസ് 0, കോസ് 30, കോസ് 45, കോസ് 60, കോസ് 90. ഇനി നമ്മൾ ഇവിടെ സൈൻ ഇട്ടിട്ട് ഇതേ വാല്യൂസ് തിരിച്ചെഴുതി കഴിഞ്ഞാൽ ഈ സെയിം വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇത് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. സൈൻ എക്സ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് ഫിംഗർ ബിലോ ഡിവൈഡഡ് ബൈ 2. കോസ് എക്സ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് ഫിംഗർ എബവ് ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് എന്ത് വേണം? ടാൻ കണ്ടുപിടിക്കണം. ടാൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ ടാൻ്റെ ഇക്വേഷൻ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ്. അപ്പോൾ നമുക്കിവിടെ സൈൻ എക്സിൻ്റെ കോസ് എക്സിൻ്റെ അറിയാം. അപ്പോൾ ടാൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സിൻ്റെ ഇക്വേഷൻ റൂട്ട് ഓഫ് ഫിംഗർ ബിലോ ഡിവൈഡഡ് ബൈ 2
ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഫിംഗർ എബവ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ആവും. അപ്പോൾ tan xൻ്റെ ഇക്വേഷൻ എന്താ വരിക? റൂട്ട് ഓഫ് ഫിംഗർ ബിലോ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഫിംഗർ എബവ്. അതായത് റൂട്ട് ഓഫ് താഴത്തെ വിരൽ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മുകളിലത്തെ വിരൽ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ tan xൻ്റെ അല്ലെങ്കിൽ tan തീറ്റയുടെ വാല്യൂ നോക്കാം. അപ്പോൾ tan 0 = എന്ന് പറയുന്നത് നമ്മൾ താഴത്തെ ചെറുവിരൽ മടക്കുക. എന്നിട്ട് നമ്മൾ tan 0 = എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 0/4, അതായത് റൂട്ട് ഓഫ് ഫിംഗർ ബിലോ. അപ്പോൾ ചെറുവിരലിന് താഴെ വിരലുകളൊന്നുമില്ല. റൂട്ട് ഓഫ് ഫിംഗർ എബവ് എന്ന് പറയുമ്പോൾ മുകളിൽ 4 എണ്ണം ഉണ്ട്, റൂട്ട് 4. റൂട്ട് 0/4 എന്ന് പറയുമ്പോൾ 0 വരും. ഇനി നമുക്ക് tan 30 നോക്കാം. tan 30 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് ഫിംഗർ ബിലോ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഫിംഗർ എബവ്. അപ്പോൾ താഴെ ഒരു വിരലുണ്ട്, മുകളിൽ 3 വിരലും. അപ്പോൾ റൂട്ട് ഓഫ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 3. അപ്പോൾ tan 30 = റൂട്ട് 1/√3, ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് 1/3. ഇനി നമ്മൾ tan 45 = റൂട്ട് 2/√2. താഴെയും മുകളിലും 2 വിരലുണ്ട്. അപ്പോൾ റൂട്ട് 2 ഡിവൈഡഡ് ബൈ റൂട്ട് 2. അപ്പോൾ ഉത്തരം 1 വരും. tan 45 = 1. ഇനി tan 60 നോക്കാം നമുക്ക്. tan 60 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് ഫിംഗർ ബിലോ. അപ്പോൾ താഴെ 3 വിരലുണ്ട്, മുകളിൽ 1 വിരലും. അപ്പോൾ റൂട്ട് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 1. അപ്പോൾ tan 60 = റൂട്ട് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 1. അപ്പോൾ റൂട്ട് 3/1 = റൂട്ട് 3 തന്നെ. tan 90 എന്ന് പറയുമ്പോൾ റൂട്ട് 4/√0. അപ്പോൾ tan 90 എന്ന് പറയുമ്പോൾ റൂട്ട് 4/√0 അല്ലെങ്കിൽ 0. അപ്പോൾ നമുക്കറിയാം ഏതൊരു സംഖ്യയും 0 കൊണ്ട് ഹരിച്ചാൽ നോട്ട് ഡിഫൈൻഡ് അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും സിമ്പിൾ ട്രിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് നമ്മൾ 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യുക വിരലിന്. sin xൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് ഡിഗ്രിയാണോ വേണ്ടത് ആ വിരൽ മടക്കുക. എന്നിട്ട് റൂട്ട് ഓഫ് ആ വിരലിൻ്റെ താഴെയുള്ള വിരൽ ഡിവൈഡഡ് ബൈ 2. ഇനി കോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? കോസ് തീറ്റ എന്ന് പറയുമ്പോൾ ഏത് ഡിഗ്രിയാണോ വേണ്ടത് ആ വിരൽ മടക്കുക. എന്നിട്ട് റൂട്ട് ഓഫ് ആ മടക്കിയ വിരലിൻ്റെ മുകളിൽ എത്ര വിരലുകളുണ്ടോ ആ എണ്ണം ഡിവൈഡഡ് ബൈ 2. tan തീറ്റ അല്ലെങ്കിൽ tan x എന്ന് പറയുമ്പോൾ ഏത് ഡിഗ്രിയാണോ വേണ്ടത് ആ വിരൽ മടക്കുക. എന്നിട്ട് നമ്മൾ റൂട്ട് ഓഫ് ഫിംഗർ ബിലോ, അതായത് മടക്കിയ വിരലിൻ്റെ താഴെയുള്ള വിരലുകളുടെ റൂട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആ മടക്കിയ വിരലിൻ്റെ മുകളിലുള്ള വിരലുകളുടെ എണ്ണം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്.